വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണിത്. ഒരു കവിതാ പ്രകാശനത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം എന്നതിലുപരി എനിക്ക് വളരെ അടുപ്പം തോന്നുന്ന കുറേ ആളുകളുടെ ഒരു ഒത്തുചേരലിൻ്റെ സന്ദർഭം കൂടിയാണിത്. കവിതയേക്കാൾ പ്രധാനം ജീവിതമാണ് എന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ നല്ല സമയത്തിന് ഞാൻ സുബാബുവിൻ്റെ കവിതകൾക്കും ഇതിൻ്റെ സംഘാടകർക്കും ആദ്യമേ നന്ദി പറയുന്നു. വേദിയിലിരിക്കുന്നത് മലയാളത്തിൻ്റെ വളരെ പ്രശസ്തനായ കവി, ഒരുപക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള കവി സച്ചിദാനന്ദ മാഷാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഷൗക്കത്ത്, ഈ കവിതാ സമാഹാരത്തിൻ്റെ കവിയും ഇന്നത്തെ പ്രധാന താരവുമായ സുബാബു, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ. ഒരു കവിതാ സമാഹാരത്തെ പരിചയപ്പെടുത്തുക എന്നാൽ തീർച്ചയായും ആ കവിതാ സമാഹാരത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് പറയുകയാണ് നാം ചെയ്യാറുള്ളത് എന്നതുപോലെ എന്താണ് മലയാള കാവ്യ പാരമ്പര്യത്തിൽ സുബാബു എന്ന പുതിയ കവിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ദൗത്യം. ഐഡൻറ്റിറ്റി എന്ന പദത്തിന് പകരം മലയാളത്തിൽ ഞാനതിന് തനിമ എന്ന് വിളിക്കുന്നു. എന്താണ് കറിവേപ്പില എന്ന ഈ സമാഹാരത്തിൻ്റെ തനിമ? ഒരുപക്ഷെ ഈ സമാഹാരത്തിൻ്റെ ശീർഷകത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കറിവേപ്പില എന്നു പേരുള്ള ഒരു കവിത ഈ സമാഹാരത്തിലുണ്ട്. കറിവേപ്പില എന്ന ഒരു ഇമേജ് ഒരുപക്ഷെ സ്വാഭാവികമായും നമ്മളിൽ ഉണ്ടാക്കുന്ന ചില പ്രതീതികളുണ്ട്. നിത്യജീവിതത്തിൽ സാധാരണ വ്യവഹാര ഭാഷയിൽ കറിവേപ്പില പോലെ എന്ന പ്രയോഗം വളരെ സ്വാഭാവികമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു വ്യക്തിയുടെ അധ്വാനത്തെ, ആ വ്യക്തിയുടെ പ്രവർത്തനശേഷിയെല്ലാം ഉപയോഗിക്കുകയും പിന്നീട് അയാളെ തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ കറിവേപ്പില പോലെ എന്ന് നാം പ്രയോഗിക്കും. സ്വാഭാവികമായും പരിത്യജിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന ഒരു സ്വത്വത്തെക്കുറിച്ചുള്ള സൂചന ആ ഇമേജ് വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സുബാബു എന്ന കവി വളരെ പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന ആ ഇമേജിനെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു അർത്ഥത്തിലേക്ക് തൻ്റെ കവിതയിൽ കൊണ്ടുവരുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ച് കൗതുകകരമായി തോന്നിയൊരു കാര്യം. ഒരുപക്ഷെ തിരസ്കരിച്ചിട്ടും തിരസ്കരിക്കപ്പെടാനാവാത്ത ഗന്ധത്തിൻ്റെയും രുചിയുടെയും ഒരു പ്രതീതിയായാണ്, ഒരുപക്ഷെ നിങ്ങൾ എത്ര വലിച്ചെറിയാൻ ശ്രമിച്ചാലും വലിച്ചെറിയപ്പെടാതെ പോകുന്ന ഒരു ഗുണമായാണ് കറിവേപ്പില സുബാബുവിൻ്റെ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ഒരുപക്ഷെ സാധാരണ വ്യവഹാര ഭാഷയിൽ എന്നതുപോലെ തന്നെ മലയാളത്തിൻ്റെ സാഹിത്യ ഭാഷയിലും പൊതുവെ വിനിയോഗിക്കപ്പെടുന്ന ഒരു ഇമേജിൻ്റെ നടപ്പു മാതൃകയെ വളരെ ബോധപൂർവം തിരസ്കരിക്കുവാനുള്ള ഒരു കവിയുടെ തൻ്റേടമായി, അതിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി, ആമുഖമായി
ഞാൻ സൂചിപ്പിക്കുന്നു. ഇത് ആ കവിതയുടെ മാത്രമല്ല, ഒരുപക്ഷെ സുബാബുവിൻ്റെ എല്ലാ കവിതകൾക്കും സാമാന്യമായ ഒരു ആമുഖം കൂടിയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം പൊതുവെ 90-കൾക്ക് ശേഷം മലയാള കവിത പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന തിരസ്കരിക്കപ്പെട്ടവരിലേക്കുള്ള ഒരു നോട്ടം എന്ന ഒരു സവിശേഷതയുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും സാമൂഹിക ഘടനയുടെയും കേന്ദ്രത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന സ്ത്രീയെക്കുറിച്ചോ, ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക പദവികളിൽ നിന്നും സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്ന ദളിതനെക്കുറിച്ചോ, ഒരുപക്ഷെ നമ്മുടെ വികസന സങ്കല്പങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന പരിസ്ഥിതിയെക്കുറിച്ചോ കൂടുതലായി ഉത്കണ്ഠപ്പെടാൻ തുടങ്ങി. ഇതാണ് ഒരുപക്ഷെ കഴിഞ്ഞ 1-2 ദശകങ്ങളായി മലയാള കവിതയിൽ വളരെ സവിശേഷമായി ജാഗ്രതയോടുകൂടി വിനിയോഗിക്കപ്പെടുന്ന ഒരു കാവ്യധാര എന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ ആ കാവ്യധാരയുടെ സാമാന്യ സ്വഭാവത്തിൽ നിന്ന് അല്പം വ്യതിചലിക്കുന്ന ചില കവിതകളാണ് സുബാബുവിൻ്റേത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കറിവേപ്പില എന്ന പേരിൽ പൊതുവെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അത് പെണ്ണിൻ്റെയോ അത് ദളിതൻ്റെയോ അത് പ്രകൃതിയുടെയോ സ്വരത്തിൽ സംസാരിക്കുന്നു എന്നതാണ്. എങ്കിൽ സുബാബുവിൻ്റെ കവിത അങ്ങനെ സാമാന്യമായി നമുക്ക് പറഞ്ഞു വയ്ക്കാവുന്ന ഒരു കവിതയല്ല എന്നെനിക്ക് തോന്നുന്നു. ഇത് ആ കവിതയുടെ മികവാണ് എന്ന് പറഞ്ഞു വെച്ച് തിരസ്കരിക്കപ്പെടുന്നവരുടെ, കുറേ കൂടി സൈദ്ധാന്തികമായി പറഞ്ഞാൽ, സാങ്കേതികമായി പറഞ്ഞാൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതത്തിലേക്കുള്ള നോട്ടം എന്നത് അത്ര ഗുണകരമല്ല എന്ന് സ്ഥാപിക്കുകയല്ല എൻ്റെ ലക്ഷ്യം. തീർച്ചയായും ആ നോട്ടത്തിന് അതിൻ്റേതായ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നും അത് നമ്മുടെ കാലത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും, ഒരുപക്ഷെ അതിനാവശ്യം നിർണ്ണയിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയധാരയാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ സുബാബുവിൻ്റെ കവിതകൾ അതല്ല എന്ന് വെറുതെ നിരീക്ഷിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുകയല്ല എങ്കിൽ എങ്ങനെയാണ് സുബാബുവിൻ്റെ കവിത സമകാല കവിതയുടെ പരിച്ഛേദമായി മാറുന്നത് എന്ന് തീർച്ചയായും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണം അത്ര എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എങ്കിലും ആമുഖമായി ചിലത് പറഞ്ഞു വയ്ക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിംസ സുബാബുവിൻ്റെ ഒരു പ്രധാന പ്രമേയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഹിംസയുടെ ലോകത്ത് കവിതയ്ക്ക് എന്തു ചെയ്യാനാകും എന്ന ഒരു ചോദ്യം അദ്ദേഹത്തെ പേർത്തും അലട്ടുന്നതായി ഈ സമാഹാരത്തിലെ ചില കവിതകൾ തന്നെ സാക്ഷ്യം നിൽക്കുന്നുണ്ടാകും. എന്താണ് തൻ്റെ കവിതയുടെ ദൗത്യം എന്ന ചോദ്യം ഒരുപക്ഷെ വിശ്വപ്രസിദ്ധനായ ചിലിയൻ കവി പബ്ലോ നെരൂദയെപ്പോലെ മറ്റൊരു സ്വരത്തിൽ ഈ സമാഹാരത്തിലൊരു കവിതയിൽ സുബാബു ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തെരുവിലെ അനാഥ ബാല്യങ്ങളെക്കുറിച്ച് നിൻ്റെ കവിത സംസാരിക്കുന്നത് എന്ന്. അതിന് നെരൂദയെപ്പോലെ അദ്ദേഹത്തിനും മറുപടിയുണ്ട്. തൻ്റെ കവിതയ്ക്ക് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് സുബാബു അക്ഷരങ്ങളെ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കവിതയുടെ പ്രതിരോധത്തെക്കുറിച്ച്, ഹിംസയുടെ കാലത്ത് ഒരു കവിത ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ബദൽ മാർഗത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം ഈ കവിയുടെ മനസ്സിലുണ്ട് എന്ന്, ഈ കവിതയുടെ പിന്നിലുണ്ട് എന്ന് സമകാല രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ആ കവിതയുടെ നിലപാടെന്ത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാവുന്നൊരു സംഗതിയാണ്. ഹിംസ മാത്രമല്ല, ഒരുപക്ഷെ ഹിംസയോടൊപ്പം നമ്മുടെ നടപ്പു സംസ്കാരത്തിലെ, സാമൂഹിക ജീവിതത്തിലെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ കവിതയിൽ പ്രമേയമായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, സാമൂഹിക ജീവിതത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന, സാമൂഹിക ജീവിതത്തിൽ നിന്ന് പരിത്യജിക്കപ്പെടുന്ന മാനുഷികതയുടെ, നന്മയുടെ,
ഓർമ്മകളുടെ, പ്രതീക്ഷയുടെ ധ്വനികളെക്കുറിച്ചാണ്. ഈ നഷ്ടപ്പെടലിൻ്റെ ഒരാർദ്രസ്വരം ഈ കവിതകളെ ചിലപ്പോഴൊക്കെ ഒരു കാൽപ്പനികതയുടെ ധാരയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു പീഡിയക്കോലയെക്കുറിച്ചുള്ളൊരു കവിത ഈ കവിതാ സമാഹാരത്തിൽ വായിക്കാൻ പറ്റും. അത് വളരെ ഗൃഹാതുരതയുണർത്തുന്ന, ഒരു പക്ഷേ വള്ളിക്കുന്നുകാരെ സംബന്ധിച്ച് വളരെ ഗൃഹാതുരതയുണർത്തുന്ന ഒരു ദൃശ്യമാണ്. പക്ഷേ ആ ഗൃഹാതുരതയ്ക്ക് പിന്നിൽ സമകാലത്ത് നഷ്ടമാവുന്ന മനുഷ്യ കൂട്ടായ്മകളെക്കുറിച്ചുള്ള, മനുഷ്യൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള സംഘം ചേരലിനെക്കുറിച്ചുള്ള, നഷ്ടപ്പെട്ടു പോയ സംഘബോധത്തെക്കുറിച്ചുള്ള ഒരു കവിത കൂടിയായി അത് മാറുന്നുണ്ട്. വിപ്ലവം അനിവാര്യമാണ് എന്ന തോന്നൽ ഈ കവിയെ നയിക്കുന്നുണ്ട്. അത് പല കവിതകളിലും നമുക്ക് കാണാം. പക്ഷേ അതോടൊപ്പം വിപ്ലവം പലപ്പോഴും ഒറ്റുകൊടുക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും സുബാബുവിനെ നയിക്കുന്നു. ഒരു പക്ഷേ ഇതിലെ ഒരു കവിതയിൽ ഒടിഞ്ഞു മടങ്ങിയ ഹൃദയം എന്നാണ് ആ കവിതയുടെ പേര് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കവിതയിൽ ഒരു ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിപ്ലവം വിപ്ലവം എന്ന് പുലമ്പി, വിപ്ലവത്തെ ഒറ്റുകൊടുത്തപ്പെട്ട ഒരാളുടെ നെഞ്ചിൻ കൂട് തുറന്ന് പുറത്തു ചാടിയ ഹൃദയമാണ് അത് എന്ന് സുബാബ് പറയുന്നുണ്ട്. ഇങ്ങനെ പലപ്പോഴും അസന്നമായൊരു വിപ്ലവത്തിൻ്റെ പ്രതീക്ഷയിൽ ഒത്തുകൂടുന്നവർക്കിടയിൽ അതിനെ ഒറ്റുകൊടുക്കുന്നവർ കൂടിയുണ്ട് എന്ന ഒരു ജാഗ്രത ഈ സമാഹാരത്തിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ സമാഹാരത്തിൻ്റെ സമകാല വായനയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒന്നായി മാറുന്നു. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിംസയോടൊപ്പം ജാതിയെക്കുറിച്ചുള്ള ചില ആശങ്കകൾ ഈ കവിതയുടെ കേന്ദ്ര പ്രമേയമായി കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ വാല് എന്ന പേരുള്ള ഒരു കവിതയിൽ വിപ്ലവത്തിനായി സംഘം ചേരുന്നവരുടെ ഒരു പരിശ്രമത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിൻ്റെ ജാതിയുടെ പേര് ഉപയോഗിക്കാം എന്ന് സഖാക്കൾ തീരുമാനിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കറുത്ത ഹാസ്യം സുബാബു വരച്ചു ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മുറിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും മുളച്ചു പൊന്തുന്ന ഒരു വാലാണ് നമ്മുടെ ജാതിബോധം എന്ന ഒരു വിമർശനം സമകാല ഇന്ത്യയെ സംബന്ധിച്ച് എത്ര തീവ്രമായ, എത്ര തീക്ഷ്ണമായ രാഷ്ട്രീയ ധ്വനികളുള്ളതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ജാതിയെക്കുറിച്ചുള്ള ആലോചനകളിൽ, ഹിംസയെക്കുറിച്ചുള്ള ആലോചനകളിൽ തീർച്ചയായും സമകാല ഇന്ത്യയുടെ, സമകാല കേരളത്തിൻ്റെ ചില രാഷ്ട്രീയ ബോധ്യങ്ങളെ, ചില നിലപാടുകളെ ഈ കവിതകൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു പക്ഷേ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ചില നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന മറ്റു ചില കവിതകളെ കൂടി ഞാൻ പരാമർശിക്കുകയാണ്. അതിലൊന്ന് ഉരൽമുറിയിൽ നീ എന്ന ഒരു കവിത ഈ സമാഹാരത്തിലുണ്ട്. ഒരുപക്ഷെ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് നാമജപ ഘോഷയാത്രയിലേക്ക് പിന്മടങ്ങുന്ന കേരളീയ സ്ത്രീയുടെ ഒരു സമകാല ജീവിതത്തെ വളരെ സമർത്ഥമായി, കാവ്യാത്മകമായി ആ കവിതയിൽ സുബാബു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉരൽമുറിയിൽ കഴിച്ചുകൂട്ടിയ 7 ദിനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, ആ തീണ്ടിക്കൂടായ്മയെ മുറിച്ചു കടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുകൂടി എന്തുകൊണ്ടാണ് നീ തെരുവിൽ നാമജപമായി ഒത്തുകൂടുന്നത് എന്ന് കേരളത്തിൻ്റെ ഒരു സ്ത്രീ, കേരളത്തിൻ്റെ ഒരു വനിത എന്തുകൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ ഒരുപാട് ആഹ്വാനങ്ങൾക്ക് ശേഷവും, നവോത്ഥാനത്തിൻ്റെ ഒരുപാട് ചുവടുകൾക്ക് ശേഷവും അങ്ങേയറ്റം പ്രതിലോമപരമായ ചില മുദ്രാവാക്യങ്ങൾക്ക് പിന്നിൽ അറിയാതെ ചെന്നുപെടുന്നത് എന്ന ആശങ്ക ഈ കവി പങ്കുവയ്ക്കുന്നു. എലിക്ക് കെണി ഒരു കെണിയല്ല എന്ന ഒരു കവിത സുബാബുവിൻ്റെ ഈ സമാഹാരത്തിലുണ്ട്. ആ കവിത വളരെ പ്രകടമായും വിശ്വാസം ഒരു കെണിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസം ഒരു കെണിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ എലിക്ക് കെണി ഒരു കെണിയല്ല എന്ന കവിതയിൽ വിശ്വാസം, ആചാരം,
കോവിൽ എന്ന 3 വാക്കുകളിലൂടെയാണ് ഈ വിഷയത്തിലേക്ക് കവി നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വളരെ പ്രകടമായി സൂചിപ്പിക്കാവുന്ന ഒരു പ്രമേയത്തെ വളരെ ധന്യാത്മകമായി കാവ്യാത്മകമായി സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് എലിക്ക് കെണി ഒരു കെണിയല്ല. എലിക്ക് കെണി ഒരു കെണിയല്ല എന്ന സമാപനത്തോടുകൂടി, അതിൻ്റെ ഉപസംഹാരവാക്യത്തോടുകൂടി ഒരു പക്ഷേ ഇനിയും ആ കെണിയിൽ നമ്മുടെ മനുഷ്യ സാഹോദര്യങ്ങൾ വീണ് അടിഞ്ഞേക്കാം എന്ന ഒരു ദുരന്ത സൂചന കൂടി ഒരു പക്ഷേ ഈ കവി പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ 90-കൾക്ക് ശേഷം മലയാള കവിത പൊതുവെ പങ്കുവയ്ക്കുന്ന സ്ത്രീയുടെയോ ദളിതൻ്റെയോ പരിസ്ഥിതിയുടെയോ പക്ഷത്തു നിന്നുകൊണ്ടുള്ള വളരെ പ്രകടമായ ചില പക്ഷപാതിത്വങ്ങളെയല്ല ഈ കവിത നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എങ്കിലും നമ്മുടെ കാലത്തിൻ്റെ ഒരു പക്ഷേ ഏറ്റവും പ്രമുഖമായ ചില ഉത്കണ്ഠകളോട് മനുഷ്യ പക്ഷത്തു നിന്നുകൊണ്ട് ഐക്യപ്പെടുവാനും അതിനെ ആവിഷ്കരിക്കുവാനുമാണ് തൻ്റെ ഈ ആദ്യ സമാഹാരത്തിലൂടെ സുബാബു ശ്രമിക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദകരമായ ഒരു സംഗതിയാണ്. ഇത് മാത്രമല്ല, ഒരുപക്ഷെ സ്ത്രീയുടെ അനുഭവങ്ങളെ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഒരു പെൺജീവിതത്തിൻ്റെ കൂട്ട് ഈ കവിതയുടെ നിർമ്മാണവേളയിൽ മാത്രമല്ല ഈ കവിയുടെ ജീവിതത്തിലുടനീളമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കവിതകൾ ഈ സമാഹാരത്തിലുണ്ട്. തൊടുമ്പോൾ ചായുന്നത് എന്നാണെന്ന് തോന്നുന്നു ഒരു കവിതയുടെ പേര്. ആ പേര് പെട്ടെന്ന് തൊട്ടാൽ വാടരുത് എന്ന വളരെ പ്രശസ്തമായ ഒരു പെൺകവിതയിലേക്ക് എൻ്റെ ഓർമ്മയെ ക്ഷണിക്കുകയുണ്ടായി. ബിന്ദു കൃഷ്ണൻ എഴുതിയ വളരെ പ്രസിദ്ധമായ തൊട്ടാൽ വാടരുത് എന്ന കവിതയിൽ തൊട്ടാൽ വാടിപ്പോകരുത് എന്ന് പെണ്ണിനോട് പറയുന്നുണ്ട്, തൊട്ടാവാടിയാവരുത് എന്ന്. പക്ഷേ സുബാബുവിൻ്റെ കവിതയിൽ പെണ്ണനുഭവങ്ങളെ ചിത്രീകരിക്കുവാനുള്ള അതിൻ്റെ സത്യസന്ധമായ സ്വരത്തെ മാനിച്ചുകൊണ്ട് തന്നെ തൊട്ടാൽ വാടിപ്പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടുമുട്ടുന്നു. അതിനു കാരണം ഒരുപക്ഷെ ഈ കവിതയുടെ ആഖ്യാതാവ് നമ്മളറിയുന്നത് പോലെ ഒരു പുരുഷനാണ് എന്നത് മാത്രമല്ല, ഒരാണനുഭവത്തിൻ്റെ നേർത്ത സ്വരം ഈ കവിതയിൽ പല കവിതകളിലും എനിക്ക് കാണാനാവുന്നുണ്ട്. അതത്ര ഹിംസാത്മകമല്ല എങ്കിലും, അത് അധികാരോന്മുഖമല്ല എങ്കിലും അതത്ര ശ്ലാഘനീയമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല എങ്കിലും അത് പറയാതെ വയ്യ. ഒരു ആണിൻ്റെ ആഖ്യാതസ്വരം ഈ കവിതകളിൽ പല കവിതകളിലും എനിക്ക് കണ്ടെടുക്കാനാവുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും അതിന് സ്വയം വിമർശനത്തിൻ്റെ ഒരു സ്വരമുണ്ട് എന്നത് ആരോഗ്യകരമാണ് എന്നും ഞാൻ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില പ്രമേയങ്ങളിലൂടെ സഞ്ചരിച്ചാൽ ഈ കവിത എങ്ങനെയാണ് നമ്മുടെ കാലത്തോട് സംവദിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ സംഗതി. 90-കളിൽ മലയാള കവിത എത്തിപ്പെട്ടത് പുതിയ ചില പ്രമേയങ്ങളിലേക്ക് മാത്രമല്ല, കാവ്യ സമ്പ്രദായങ്ങളുടെ ഭാഷയുടെ സൂക്ഷ്മമായ ചില വിനിയോഗങ്ങളിലേക്ക് കൂടിയാണ്. ഈ കാവ്യഭാഷയുടെ പുതിയ സ്വരം, ഒരുപക്ഷെ പുതിയ സങ്കേതങ്ങൾ, അനാർഭാടത്തോടെയുള്ള ഒട്ടും ആലങ്കാരികതയില്ലാത്ത ഒരുപക്ഷെ ഗദ്യഭാഷയോട് ചേർന്നു നിൽക്കുന്നത് എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരിക്കലും ഗദ്യഭാഷയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാത്ത പുതിയ ഒരു കാവ്യഭാഷയെ സുബാബുവും തൻ്റെ കവിതയിലേക്ക് വളരെ സമർത്ഥമായി അന്വയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുതിയ കാവ്യഭാവനയെ ഒരുപക്ഷെ അനൽപമല്ലാത്ത സന്തോഷത്തോടെ, ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും വളരെ വിശദമായ സൂക്ഷ്മവും വിശദവുമായ വായനകൾക്ക് ഈ കാവ്യസമാഹാരം നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു.